BSc Photography. കേൾക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ ആവും. ഞങ്ങൾ ഫോട്ടോഗ്രാഫി എന്നല്ലേ കേട്ടിട്ടുള്ളൂ, ഈ BSc ഫോട്ടോഗ്രാഫി എന്താണ് പറഞ്ഞു തരാം. ഫോട്ടോഗ്രാഫിയിൽ തന്നെയുള്ള മറ്റൊരു ഡിഫറെന്റ് കോഴ്സാണ് BSc ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഫോട്ടോഗ്രാഫിയുടെ എല്ലാ ആസ്പെക്ട്സിനെ പറ്റിയിട്ടും ഫോട്ടോഗ്രാഫിയുടെ ബേസിക് പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ടും ടെക്നിക്സിനെ പറ്റിയിട്ടൊക്കെ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് BSc ഫോട്ടോഗ്രാഫി. ഫോട്ടോ ജേർണലിസം, പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി, ഫൈനാൻസ് ഫോട്ടോഗ്രാഫി, ഫാഷൻ ഫോട്ടോഗ്രാഫി എന്നിങ്ങനെയുള്ള മേഖലകൾ കവർ ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് BSc ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഈ കോഴ്സ് കവർ ചെയ്യുന്ന ചില മേഖലകളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കുറച്ചും കൂടി ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഫോട്ടോ ജേർണലിസം, ഫാഷൻ ഫോട്ടോഗ്രാഫി, പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി, ഫൈൻ ആർട്സ് ഫോട്ടോഗ്രാഫി എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്ന മേഖലകളാണ്. സ്റ്റുഡൻസിന് ഫോട്ടോഗ്രാഫിയിൽ ഒരു ടെക്നിക്കൽ ആൻഡ് ആർട്ടിസ്റ്റിക് ആസ്പെക്റ്റിൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു 4 ഇയർ undergraduate ഡിഗ്രി പ്രോഗ്രാമാണ്. ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ 10th +2 ഒരു റെക്കഗ്നൈസ്ഡ് ബോർഡിൽ നിന്നും പാസ്സായിരിക്കണം. കൂടാതെ +2 നിങ്ങൾ 50% മുകളിൽ മാർക്ക് സ്കോർ ചെയ്തിരിക്കണം. ചില കോളേജുകളിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു സയൻസ് മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട്. അവിടെ സയൻസ് സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം അല്ലെങ്കിൽ മാൻഡേറ്ററി ആണെന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജ് ഓർ ഡിഗ്രി അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയകളിൽ മാറ്റം വരുന്നത്. ഇമേജ് കമ്പോസിഷൻ, ലൈറ്റ്നിങ്, കളർ, പോസ്റ്റ് പ്രൊഡക്ഷൻ എന്നിവയിൽ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ്. റിസർച്ച് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്, നരേറ്റീവ്, ക്രിയേറ്റിംഗ് എ മീൻഫുൾ ആൻഡ് ഇമ്പാക്ട്ഫുൾ വിഷ്വൽസ് എന്നിവയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മികച്ചതാകാൻ ഈ കോഴ്സിലൂടെ സാധിക്കുന്നതാണ്. നമുക്കിനി ഇതിൻ്റെ കോഴ്സ് സ്ട്രക്ചർ ഒന്ന് നോക്കാം. ലെക്ചേഴ്സ്, വർക്ക്ഷോപ്സ്, സ്റ്റുഡിയോ പ്രാക്ടീസ്, ഫീൽഡ് ട്രിപ്പ് എന്നിങ്ങനെയുള്ള ടോപ്പിക്കുകളാണ് ഈ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. കൂടാതെ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് പ്രോജക്റ്റുകളും അസൈൻമെൻറ്റിലൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയത്ത് നിങ്ങൾ ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളൊക്കെ നിങ്ങൾക്ക് അതിൽ ഷോക്കേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡാർക്ക് റൂംസ്, ഡിജിറ്റൽ ലാബ്സ്, സ്റ്റുഡിയോ സ്പേസ് ഇങ്ങനെയുള്ള കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് യൂസ് ചെയ്ത് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ആ ഒരു സൗകര്യങ്ങളും നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കുന്ന സമയത്ത് അതുമായിട്ട് ഫെമിലിയർ ആവാനും അത് യൂസ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നതാണ്. പിന്നെ ഈ കോഴ്സിലൂടെ ഈ പുതിയ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുവാനും അത് യൂസ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പുതിയ ടെക്നോളജീസ്, പുതിയ എക്യുപ്മെൻറ്റ്സ് അതൊക്കെ യൂസ് ചെയ്യാനും അതിനെപ്പറ്റി കൂടുതൽ അറിയാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചധികം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജോബ് റോളുകളിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിലേതൊക്കെയാണെന്ന് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫോട്ടോ ജേർണലിസം, അഡ്വർടൈസ്മെൻറ്റ് ഫോട്ടോഗ്രാഫർ, ഫാഷൻ ഫോട്ടോഗ്രാഫർ, ഫൈനാൻസ് ഫോട്ടോഗ്രാഫർ എന്നിങ്ങനെയുള്ള മേഖലകളിലൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അല്ലെങ്കിൽ പുതിയ ചുറ്റുപാടുകളിൽ പുതിയ രീതികളിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും BSc ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന കോഴ്സ് ചൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്കറിയാലോ, നമുക്ക് ഫോട്ടോഗ്രാഫിയുടെ ഒരു അഡ്വാൻറ്റേജുകൾ എത്രത്തോളമാണെന്ന് നമുക്കറിയാം. എല്ലാവർക്കും ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോഴേ നല്ല മൊമെൻറ്റ്സുകൾ ക്യാപ്ചർ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത് ഫോട്ടോ എടുക്കുക, പുതിയ ടെക്നോളജീസിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുക, അങ്ങനെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക എല്ലാ മേഖലകളിലും ഫോട്ടോഗ്രാഫിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു വലിയ പങ്ക് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിലൊരു പാഷനേറ്റഡ് ആണ്, ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു കോഴ്സിൽ പാഷനേറ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ കോഴ്സ് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ഡിഫറെൻറ്റ് അല്ലെങ്കിൽ വേരിയസ് ആയിട്ടുള്ള മേഖലകളിലേക്ക് ജോലി സാധ്യതകളൊക്കെ കൂടുതലാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് നിങ്ങൾക്ക് മാറാനും പറ്റുന്നതാണ്. അപ്പോൾ BSc ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയുള്ള ബേസിക്കായുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. നിങ്ങൾ ചുറ്റും കാണുന്ന ഒന്നും ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾക്കൊരു കോഴ്സ് ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളതിൽ 100% ഉറപ്പാണെങ്കിൽ നിങ്ങൾ ആ കോഴ്സ് ധൈര്യമായിട്ട് ചൂസ് ചെയ്യുക. അല്ല, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ ഒരുപാട് വീഡിയോകളുണ്ട്. ഞങ്ങളുടെ ക്യാമ്പസ് സെർച്ചിൻ്റെ തന്നെ ഒരുപാട് വീഡിയോകളുണ്ട്, നിങ്ങളതൊക്കെ കാണുക. ഇതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ തന്നെ എക്സ്പേർട്ടായിട്ടുള്ള നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരോട് ഈ ഒരു കോഴ്സിൻ്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജുകളൊക്കെ നല്ല വിശദമായിട്ട് ചോദിക്കുക. കോഴ്സിൻ്റെ മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ടുള്ള ജോബ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ കരിയർ എന്നിവയെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ കോഴ്സ് എടുക്കുക. അപ്പോൾ ഇനിയും പുതിയ വെറൈറ്റി സബ്ജക്റ്റുകളുമായിട്ട് അല്ലെങ്കിൽ വെറൈറ്റി കോഴ്സുകളുമായിട്ട് നമുക്ക് പുതിയ പല വീഡിയോകളിലൂടെയും ഇനിയും കാണാം. ആൻഡ് ഇറ്റ്സ് മീ ഗൗതം സൈനിങ് ഫ്രം ക്യാമ്പസ് സെർച്ച്.